ഉളുപ്പുണ്ടോ ശ്രീ സുരേഷ് ബാബു? ഷാഫിക്കെതിരെ എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഒരു ഉളുപ്പുമില്ലാതെ ഇന്നലെ ഹെഡ് മാസ്റ്റർ ഷാഫിയാണെന്ന് പറഞ്ഞ് ഇന്ന് ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, കോലിട്ടിളക്കാൻ വന്നാൽ എന്തോ ചെയ്യുമെന്ന് പറയാൻ മിനിമം നാണവും മര്യാദയും മാന്യതയും നിങ്ങൾക്കുണ്ടോ മനുഷ്യ? അവിടെയാണ് നല്ല കമ്മ്യൂണിസ്റ്റുകാരും നല്ല കോൺഗ്രസ്സുകാരും നല്ല BJP-കാരും ഇത്തരം നെറികെട്ട രാഷ്ട്രീയത്തിനെതിരെ നിലപാടെടുക്കണം. നാട്ടുകാരെ അപമാനിക്കുന്ന അധിക്ഷേപിക്കുന്ന ഈ രാഷ്ട്രീയത്തിനെതിരെ നിലപാടെടുക്കണം. ഷാഫിക്ക് വീട്ടിൽ ഭാര്യയും കുട്ടികളും ഇല്ലേ? അച്ഛനും അമ്മയും ഒക്കെ ഇല്ലേ? ഷാഫിയുടെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഇത് കാണുമ്പോൾ എന്ത് വേദന ഉണ്ടാകും? അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഇത്ര ഉളുപ്പില്ലാത്ത നാണവും മാനവും ഇല്ലാത്ത രാഷ്ട്രീയം കളിക്കുന്നത് ആരാണെങ്കിലും അതിന് പാർട്ടി ഭേദമൊന്നുമില്ല. യഥാർത്ഥത്തിൽ സുരേഷ് ബാബു 34 വർഷം മുമ്പ് സംസാരിക്കുന്ന ഒരു ക്ലിപ്പിംഗ് എന്തേ കിട്ടി. ആ ക്ലിപ്പിംഗ് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. 34 വർഷം മുമ്പ് നമ്മുടെ സുരേഷ് ബാബു സംസാരിക്കുന്ന ക്ലിപ്പ്. ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒന്ന്, INSP, അതായത് നമ്മുടെ പ്രധാന എതിരാളി, അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാർ രംഗത്ത് വന്നു. ഷാഫി, രാഹുൽ മാങ്കൂട്ടത്തിൽ. ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ. ഉറപ്പായിട്ടും രാഹുലിനെയും ഷാഫിയെയും ഒക്കെ കേരള ജനതയ്ക്ക് വലിയ മതിപ്പാണ്. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ കറക്റ്റ്. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണ് കേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ അവരെ കാർക്കിച്ചു തുപ്പുന്ന ഒരു പരിസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. 6 മാസത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടത് എല്ലാം വീണ്ടെടുക്കാം. ഇതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്നത്. ഇത്ര നാണവും മാനവും ഇല്ലാത്ത അവിടെയാണ് കമ്മ്യൂണിസ്റ്റുകാരും BJP-യും കോൺഗ്രസും. നിങ്ങൾ പാർട്ടി ഏതുമാകട്ടെ, പകരം നന്മയുള്ള രാഷ്ട്രീയം മുമ്പോട്ട് വെക്കണം. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലെങ്കിൽ അത് ഷൈൻ ടീച്ചർക്കെതിരെയാണെങ്കിലും, ഷൈൻ ടീച്ചറോടൊപ്പം ഞാൻ ചർച്ച ചെയ്തിരുന്നു. 100% ഷൈൻ ടീച്ചറെ, അവരുടെ ഹസ്ബൻഡിനെ, അവരുടെ കുടുംബത്തെ പിന്തുണയ്ക്കുന്നു, MLA പിന്തുണയ്ക്കുന്നു. അല്ലെങ്കിൽ ഈ വ്യാജ ആരോപണം കേട്ട, ആരോപണം എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഗൗരവമായിരിക്കും, വ്യാജ ആരോപണം കേട്ട MLA പിന്തുണയ്ക്കുന്നു. അതേപോലെ നമ്മൾ ഷാഫിയെ പിന്തുണയ്ക്കണം, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കണം. ഇനി വ്യാജ ആരോപണം ആർക്കെതിരെ വന്നത്, ശ്രീ സുരേഷ് ഗോപിക്കെതിരെ വന്ന അദ്ദേഹത്തെ പിന്തുണയ്ക്കണം, ശ്രീ മുകേഷിനെ പിന്തുണയ്ക്കണം, ശ്രീ ഉമ്മൻചാണ്ടിയെ പിന്തുണയ്ക്കണം. അപ്പോൾ ഈ വ്യാജ ആരോപണങ്ങളുടെ പേരിൽ നമ്മുടെ സമയം കളയുന്ന, മാധ്യമങ്ങളുടെ സമയം കളയുന്ന ഉളുപ്പില്ലാത്ത രാഷ്ട്രീയക്കാരെ തെരഞ്ഞു പിടിച്ച് നിങ്ങൾ തെറ്റാണ് എന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJP-യും സാധാരണക്കാരും രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും ഒരുമിച്ച് പറയുന്ന ഒരു കേരളം വേണം. എന്നാൽ മാത്രമേ ഈ നാടിന് മുമ്പോട്ട് പോകാൻ പറ്റൂ. നമ്മുടെ നാട്ടിൽ വികസനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പുതിയ പദ്ധതികളുടെ പ്രശ്നങ്ങളുണ്ട്, ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഒരുമയുടെ പ്രശ്നങ്ങളുണ്ട്. നമ്മളെല്ലാവരും ഒരുമിക്കണം, വിഭാഗീയത പാടില്ല, വിദ്വേഷവും വർഗീയതയും വംശീയതയും പാടില്ല, ഐക്യം വേണം. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും പറയാതെ ഉളുപ്പില്ലാതെ ബാംഗ്ലൂരിലേക്ക് പോകാൻ ഷാഫി പെണ്ണുങ്ങളെ വിളിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ല. ആര് പറഞ്ഞു നിങ്ങളോട്? നിങ്ങളെയാണോ വിളിച്ചത്? കുറെ കൂടെ കടുപ്പത്തിൽ തിരിച്ച് ചോദിക്കാറുണ്ട്. പക്ഷേ ചോദിക്കാത്തത് നമുക്കെല്ലാം മാന്യതയുള്ളത് കൊണ്ടാണ്. ഷാഫി ഏറ്റവും മനോഹരമായൊരു മറുപടി പറഞ്ഞു. ഷാഫിയുടെ ക്ലാസ്, നിങ്ങളുടെ ക്ലാസ് ഇല്ലായ്മ, ശ്രീ സുരേഷ് ബാബുവിൻ്റെ ക്ലാസ് ഇല്ലായ്മയും ഷാഫിയുടെ ക്ലാസ്സും അവിടെയാണ് കണ്ടത്. ഷാഫിക്ക് വേണമെങ്കിൽ കടുത്ത ഭാഷയെ തിരിച്ച് പറയാം, പക്ഷേ ഷാഫി പറഞ്ഞില്ല. ഷാഫി പറഞ്ഞു, ഈ രാഷ്ട്രീയമാണോ CPM മുമ്പോട്ട് വെക്കാൻ നോക്കുന്നത്? ഇതാണോ വികസനത്തിൻ്റെ രാഷ്ട്രീയം? ഇതാണോ സ്ത്രീപക്ഷ രാഷ്ട്രീയം? സ്ത്രീകളെ ബോംബുകളായി ഉപയോഗിക്കുന്ന, പരസ്പരം കരിവാരി തേക്കാൻ ഉപയോഗിക്കുന്ന ശങ്കരാടി മുമ്പോട്ട് വെച്ച, അല്ലെങ്കിൽ ശങ്കരാടി ആ കഥാപാത്രമായി മുമ്പോട്ട് വെച്ച വൃത്തികെട്ട രാഷ്ട്രീയത്തിൽ നിന്ന് മാറാൻ ഇതുവരെ നിങ്ങൾക്കായില്ലേ? അതുകൊണ്ട് കുറച്ചെങ്കിലും ഒരു ഉളുപ്പുണ്ടാകുക. ശക്തമായി നിങ്ങൾ സഖാവാകാം, സ്വയം സേവകനാകാം, കോൺഗ്രസ്സുകാരനാകാം, ആരായാലും കുഴപ്പമില്ല. ഒരുമിച്ച് നിന്ന് ഇത്തരം നെറികെട്ടവർക്കെതിരെ, ഈ ഉളുപ്പില്ലാത്ത രാഷ്ട്രീയം പറയുന്നവർക്കെതിരെ പ്രതികരിക്കാൻ നമുക്കാകണം. അതാണ് ഈ നാട് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്.